2024 പാരീസ് ഒളിമ്പിക്സിന്റെ വിജയികൾ. ഒന്നാം സ്ഥാനം നേടിയത് അമേരിക്ക, രണ്ടാം സ്ഥാനം ചൈന, മൂന്നാം സ്ഥാനം ജപ്പാൻ. ഇന്ത്യ നേടിയത് 71 സ്ഥാനം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം നേടിയത് അമേരിക്ക, രണ്ടാം സ്ഥാനം നേടിയത് ചൈന, മൂന്നാം സ്ഥാനം നേടിയത് ജപ്പാൻ. ഇന്ത്യക്ക് 71 സ്ഥാനം. 2028 ഒളിമ്പിക്സിന്റെ വേദി ലോസ് ഏഞ്ചൽസ് USA. 2028 ഒളിമ്പിക്സിന്റെ വേദി USA ലോസ് ഏഞ്ചൽസ്. 2032 ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ. 2032 ഒളിമ്പിക്സിന്റെ വേദി ബ്രിസ്ബെയിൻ എവിടെയാണ്? ഓസ്ട്രേലിയ. അടുത്തത് 2024 2020 വേൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് വിജയിച്ചത് ഇന്ത്യയാണ്. വിജയി ഇന്ത്യയാണ്. എന്നാൽ ഇത് നടന്ന വേദി ചോദിച്ചാൽ വെസ്റ്റ് ഇൻഡീസിലും USA-ലുമാണ്. രണ്ട് രാജ്യങ്ങളിലായിട്ടാണ്, വെസ്റ്റ് ഇൻഡീസും USA-ലുമാണ്. ഇനി 2024 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ കാരിച്ചാൽ ചുണ്ടനാണ്. ആരാണ്? കാരിച്ചാൽ ചുണ്ടനാണ്. 2024 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയികൾ കാരിച്ചാൽ ചുണ്ടനാണ്. ഇനി 2023 അതായത് 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയി ചോദിച്ചാൽ വിയ്യപുരം ചുണ്ടനാണ്. ഏതാണ്? വിയ്യപുരമാണ്. 2024 ലോക പുസ്തക നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് സ്ട്രാസ്ബർഗിനെയാണ്. ഫ്രാൻസിലാണ് സ്ട്രാസ്ബർഗ്. 2024 ലോക പുസ്തക നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് സ്ട്രാസ്ബർഗിനെയാണ്. സ്ട്രാസ്ബർഗ് സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലാണ്. ഇനി 2024 നവംബറിൽ ബംഗാൾ ഉൾക്കടൽ തീരത്ത് വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഫെയ്ഞ്ചൽ. ഈ ഫെയ്ഞ്ചൽ എന്ന പദം അല്ലെങ്കിൽ പേര് നൽകിയത് സൗദി അറേബ്യയാണ്. 2024 നവംബറിൽ ബംഗാൾ ഉൾക്കടൽ തീരത്ത് വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഫെയ്ഞ്ചൽ. പേര് നൽകിയത് ആരാണ്? സൗദി അറേബ്യയാണ് നൽകിയത്. 2024 സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. 2024 സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. രാജ്യത്ത് ആദ്യമായി 24/7 ടൈമും ഓൺലൈൻ കോടതി സ്ഥാപിതമായത് കൊല്ലത്താണ്. രാജ്യത്തെ ആദ്യ 24/7 ഓൺലൈൻ കോടതി സ്ഥാപിതമായിട്ടുള്ളത് കൊല്ലത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്ററി ഫെസിലിറ്റി നടപ്പിലാക്കിയ വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്ററി ഫെസിലിറ്റി സമ്പ്രദായം അല്ലെങ്കിൽ ഫെസിലിറ്റി സംവിധാനം നടപ്പിലാക്കിയ വിമാനത്താവളം ചോദിച്ചാൽ തിരുവനന്തപുരം വിമാനത്താവളമാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ്. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഛത്തീസ്ഗഡിലെ കോർബയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം ഖനി സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലെ കോർബയിലാണ്. ഒഡീഷയിലെ ആദ്യത്തെ വനിതാ മുസ്ലിം MLA ആണ് സോഫിയ ഫിർദൌസ്. ആരാണ്? സോഫിയ ഫിർദൌസ്. ഒഡീഷയിലെ ആദ്യത്തെ വനിതാ മുസ്ലിം MLA. ഇനി അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ലയാണ് ബിച്ചോ. 27ാമത്തെ ജില്ലയാണ് ബിച്ചോ അരുണാചൽ പ്രദേശിന്റെ. ആസാമിന്റെ സംസ്ഥാന ഫലമായി തിരഞ്ഞെടുത്തത് കാജി നേമുവിനെയാണ്. ആസാമിന്റെ സംസ്ഥാന ഫലമായി തിരഞ്ഞെടുത്തത് കാജി നേമുവിനെയാണ്. രാജ്യത്തിലെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയായി തിരഞ്ഞെടുത്തത് കൊട്ടാരക്കരയാണ്. രാജ്യത്തിലെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയായി തിരഞ്ഞെടുത്തത് കൊട്ടാരക്കരയാണ്. ഇനി ലോകത്തിലെ ആദ്യ കാർബൺ 14 ഡയമണ്ട് ബാറ്ററി കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ വികസിപ്പിച്ച രാജ്യമാണ് UK. ലോകത്തിലെ ആദ്യ കാർബൺ 14 ഡയമണ്ട് ബാറ്ററി വികസിപ്പിച്ച രാജ്യമാണ് UK. ഇനി ലോകത്തിലെ ആദ്യ അതിവേഗ കാർബൺ ഫൈബർ ട്രെയിൻ നിലവിൽ വരുന്നത് ചൈനയിലാണ്. ലോകത്തിലെ ആദ്യ കാർബൺ ഫൈബർ ട്രെയിൻ നിലവിൽ വരാൻ പോകുന്ന അതിവേഗമാണ് നിലവിൽ വരാൻ പോകുന്നത് ചൈനയിലാണ്. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിക്കടിയിലാണ് രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ. ഇനി ഇന്ത്യയിൽ
അയോധ്യ രാമക്ഷേത്രത്തിന്റെ മുഖ്യ ശില്പി, അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ മുഖ്യ ശില്പിയാണ് ചന്ദ്രകാന്ത് സോംപുര. ചന്ദ്രകാന്ത് സോംപുര. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം, കടൽപ്പാലമാണ് അടൽ സേതു പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് അടൽ സേതു പാലം. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. ഇനി കുറച്ച് പുരസ്കാരങ്ങൾ പഠിക്കാം. 2024 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കിട്ടിയവരാണ്. മികച്ച സിനിമ കാതൽ ദി കോർ. മികച്ച സിനിമ കാതൽ ദി കോർ ആണ്. സംവിധാനം ചെയ്തത് ജിയോ ബേബിയാണ് ചെയ്തിട്ടുള്ളത്. മികച്ച രണ്ടാമത്തെ സിനിമയാണ് ഇരട്ട. മികച്ച രണ്ടാമത്തെ സിനിമ ഇരട്ടയാണ്. സംവിധാനം ചെയ്തത് രോഹിത് എം ജി കൃഷ്ണനാണ് ഇരട്ട സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇനി മികച്ച നടൻ പൃഥ്വിരാജാണ്. ആടുജീവിതത്തിലെ പൃഥ്വിരാജിനാണ്. മികച്ച നടി 2 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് ഉർവശി, ഉള്ളൊഴുക്കുന്ന സിനിമയിൽ നിന്ന് ഉർവശിക്കും. 2 ബീന ആർ ചന്ദ്രനും ലഭിച്ചിട്ടുണ്ട് രണ്ടാമത്. ഇനി മികച്ച സംവിധായകൻ ബ്ലസ്സിയാണ്. അടുത്തത് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്നതാണ്. എഴുത്തച്ഛൻ പുരസ്കാരന്റെ സമ്മാന തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയും പ്രശംസി പത്രവുമാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. 2023 SK വസന്തനാണ് ലഭിച്ചത്. SK വസന്തൻ. ഇനി അടുത്ത് വയലാർ അവാർഡാണ്. 2024 48ാമത്തെ വയലാർ അവാർഡാണ് നൽകിയത്. ലഭിച്ചത് അശോകൻ ചെരുവിലാണ്. അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് 2024 വയലാർ അവാർഡ് ലഭിച്ചത്. 2023 ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് 2023 ലഭിച്ചത്. ഇനി 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. ചലച്ചിത്ര ഗാനരചയിതാവായിട്ടുള്ള കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഗോപി കൃഷ്ണനാണ് ഓടക്കുഴൽ വായിക്കുന്നത്. അപ്പോൾ 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഗോപി കൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച വ്യക്തി മിഥുൻ ചക്രവർത്തി. 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച വ്യക്തി മിഥുൻ ചക്രവർത്തിയാണ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് കെ ജയകുമാറിനാണ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ജയകുമാറിനാണ്. ഇനി 2023 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചവർ 2 പേർക്ക് ലഭിച്ചു. ഒന്ന് ജഗദ്ഗുരു രാം ഭദ്രാചാര്യ. അടുത്ത് ലഭിച്ചത് ഗുൽസാറിനാണ്. ഗുൽസാറിന്റെ യഥാർത്ഥ പേര് സമ്പൂരൻ സിംഗ് കാൽറ. ഇനി നമുക്ക് നിലവിൽ പദവികൾ വഹിക്കുന്ന കുറച്ചു പേരെ പഠിക്കാം. 9ാമത്, അതായത് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ വി രാമസുബ്രഹ്മണ്യൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ദേശീയ വിവരാവകാശ കമ്മീഷൻ ഹീരാലാൽ സമരിയ. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ഹീരാലാൽ സമരിയ. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആണെങ്കിൽ വി ഹരിനായർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാണെങ്കിൽ വി ഹരിനായർ. അടുത്ത് നിലവിലെ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ വിജയ് കിഷോർ രഹത്കർ. സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി. സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി. ഇനി കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. നിലവിലെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. നിലവിലെ 16ാമത് ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. സംസ്ഥാനത്ത് 7ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് പ്രൊഫസർ കെ എൻ ഹരിലാൽ. ഇനി
നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഭൂഷൽ രാമകൃഷ്ണൻ ഗവായ്. ഭൂഷൽ രാമകൃഷ്ണൻ ഗവായ്. കേരള ഹൈക്കോടതിന്റെ ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുകർ ജാംദാർ. നിതിൻ മധുകർ ജാംദാർ. ഇനി നിലവിലെ ലോക്സഭാ സ്പീക്കർ ആണ് ഓം ബിർള. ഓം ബിർള. കേരളത്തിലെ നിയമസഭാ സ്പീക്കർ ആണ് AN ഷംസീർ. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആണ് AN ഷംസീർ. നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആണ് ചിറ്റയം ഗോപകുമാർ. നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആണ് ചിറ്റയം ഗോപകുമാർ. ഇനി നിലവിലെ കേരള ഗവർണർ ആണ് രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ. നിലവിലെ ISROയുടെ ചെയർമാൻ 11ാമത് ISROയുടെ ചെയർമാൻ ആണ് V നാരായണൻ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.